എടി നിന്റെ ചേട്ടനല്ലേ വരുന്നത്? ചേട്ടൻ ഇങ്ങോട്ടൊന്നും സംസാരിച്ചാൽ ശരിയാവത്തില്ല. ഇവിടെ എല്ലാം ആൾക്കാരാ. നമുക്ക് അങ്ങോട്ട് പോവാം. ബ്രോ, ഞങ്ങൾ ഇത് തെറ്റാന്നറിയാം. ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കരുത്. ഞങ്ങളും ഇഷ്ടത്തില്ല. കുറച്ചാൾ കഴിഞ്ഞ് വീട്ടിലേക്കൊന്ന് ചോദിക്കും ബ്രോ. ഒരു ഇഷ്യൂ ഉണ്ടാക്കരുത് പ്ലീസ്. നീ ഇതൊക്കെ എന്തുദ്ദേശത്തിലാണ് എന്റെ അടുത്ത് പറയുന്നത്? ഇവിടെ ഞാനും തമ്മിലുള്ള ബന്ധം എന്താന്ന് അറിയോ? ബ്രോ, അതൊക്കെ എനിക്കറിയാം. ബ്രോയ്ക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണെന്നും ബ്രോനുള്ള കാര്യങ്ങൾ നോക്കുന്നതും ബ്രോയുള്ള കസിൻ ബ്രദറാണെന്നും എല്ലാം അവൾ പറഞ്ഞിട്ടുണ്ട്. കസിനോ? നീ ഇവിടെ കെട്ടിയ ഞാൻ പിന്നെന്തോ ചെയ്യൂടാ? ഇട്ടൊടുത്ത പ്രേമോടാ ഞാനും എവളും. നാളിതുവരെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഇവളിങ്ങനെ നോക്കിയത്. എന്നിട്ട് നിനക്കിപ്പോ ഞാൻ കസിൻ അല്ലേ? ചിലപ്പം എന്നെക്കാട്ടി ബെറ്റർ ഓപ്ഷൻ കിട്ടിയോണ്ടായിരിക്കും അല്ലേടി? ഇതറിഞ്ഞപ്പം എന്നെ പറ്റിക്കാൻ ഞാൻ അറിഞ്ഞില്ല. പലരും പറഞ്ഞിട്ട് ഞാൻ നമ്പിയില്ല. എന്റെ പെണ്ണങ്ങനെ ചെയ്യത്തില്ല എന്നാ പറഞ്ഞത്. ഇവിടെ വന്നപ്പോഴും അങ്ങനെ ആയിരിക്കല്ലേ എന്നായിരുന്നു എന്റെ പ്രാർത്ഥന. എങ്ങനെ മനസ്സ് വന്നറി? എന്തിനായിരുന്നു രണ്ടുപേരുടെ കൂടെ ജീവിതം വെച്ച് ഇപ്പൊ എനിക്ക് ഇതിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. പക്ഷെ ഈ മുഖം കാണുമ്പോ പറ്റുന്നില്ല. ശ്ശേ. എന്തിനായിരുന്നടി? അവൻ ഫീലിങ്സ് വെച്ചിട്ട് കളിക്കല്ലേ. ഞങ്ങളൊന്നും പൊട്ടന്മാരല്ല. മനുഷ്യനാകുമ്പം മാറും മറക്കും, ശരിയാ. പക്ഷെ അങ്ങനെ മറന്ന ഒരു ദിവസം മൂഞ്ചും. അതോർത്തോ? ദയവ് ചെയ്ത് ആരുടെയും ഫീലിങ്സ് വെച്ച് കളിക്കരുത്. അതാണ് ആദ്യമേ പറയാനുള്ളത്. കാരണം അവരത്രയും രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഹോപ്പ് ചെയ്ത് പല കാര്യങ്ങളും ആലോചിച്ച് കഷ്ടപ്പെട്ടൊക്കെ നോക്കിക്കൊണ്ട് പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒന്ന് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ട്രോമ ഉണ്ടല്ലോ, അതും ഭയങ്കരമാണ്. സോ അതിൽ നിന്ന് തന്നെ മറികടന്ന് പോകാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ ഓവർകം വരാൻ തന്നെ ഒരുപാട് നാളെടുക്കും. അതിപ്പോൾ 2 ആയിരുന്നാലും 4 ആയിരുന്നാലും 8 ആയിരുന്നാലും വർഷങ്ങളായിരുന്നാലും അത് കിട്ടുന്ന ട്രോമയിൽ നിന്ന് പുറത്ത് വരാൻ തന്നെ ചിലപ്പം ചിലർക്ക് പറ്റിയിട്ട് പോലും ഉണ്ടാവില്ല. അപ്പം ആരുടെയും ഫീലിങ്സ് വെച്ച് ദയവ് ചെയ്ത് കളിക്കാതിരിക്കുക. അതാണ് ആദ്യമേ പറയാനുള്ളത്.